മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടിയെടുക്കൽ സമരം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇത്തരം സമരത്തിനെതിരായ ഒളിയമ്പുകൾ ഇത്തവണത്തെ ബജറ്റിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹൈക്കോടതി വരെ മറിയക്കുട്ടിയെ ഇവിടത്തെ VIP എന്ന് പറഞ്ഞതോടെ സർക്കാരിന് നിക്കക്കളിയില്ലാത്ത സ്ഥിതിയായി. പിന്നെ ഉണ്ടായിരുന്ന ഒരേയൊരു വഴി അവരെ പൊതുസമൂഹത്തിൽ എത്രത്തോളം നാണം കെടുത്തുക എന്നതായിരുന്നു. അതിന് യാതൊരു മടിയും കമ്മികൾ കാണിച്ചില്ല. ഇപ്പോഴിതാ മറ്റൊരു ഇരയും കൂടി കിട്ടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്. സാമൂഹിക പെൻഷനിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയാണ് പുതിയ സമരം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജന്തർ മന്ദറിൽ ഡൽഹിയിലാണ്. ഇതിനിടെയാണ് കേരളത്തിൽ വ്യത്യസ്തമായ ഒരു സമരം നടന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ റോഡിലിരുന്ന് പ്രതിഷേധിച്ച് 90-കാരി ഇടുക്കിയിലെ മറിയക്കുട്ടിക്ക് പുതിയ പിൻഗാമിയായി മാറിയിരിക്കുകയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ കുറുപ്പ് പാലത്തിലാണ് സംഭവം നടന്നത്. കുറുപ്പുപാലം സ്വദേശിനി പൊന്നമ്മയാണ് ഇത്തരത്തിൽ പ്രതിഷേധിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം റോഡിൽ ഉണ്ടായത്. റോഡിൽ നിന്ന് പ്രതിഷേധിച്ച പൊന്നമ്മയെ പോലീസ് അനുനയിപ്പിച്ച് തിരിച്ചയച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ചത്. 5 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ലെന്നാണ് പൊന്നമ്മയുടെ മകൻ പറയുന്നത്. ഈ സമയം മുഖ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരായി സമരത്തിന്റെ മുന്നൊരുക്കത്തിലായിരുന്നു. പെൻഷൻ മുടങ്ങിയതോടെ റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഈ 90-കാരി. 5 മാസമായി വണ്ടിപ്പെരിയാർ സ്വദേശി പൊന്നമ്മയ്ക്ക് പെൻഷൻ ലഭിച്ചിട്ട്. വണ്ടിപ്പെരിയാർ വളക്കടവ് റോഡിലെ HPCയിൽ 1.5 മണിക്കൂറോളം റോഡിൽ കസേരയിട്ടാണ് പൊന്നമ്മയുടെ പ്രതിഷേധം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന് പൊന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് സൂചന. എന്നാൽ വിവാദങ്ങളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം. പൊന്നമ്മയുടെ പ്രതിഷേധത്തിനെ തുടർന്ന് ഈ സമയം അതുവഴി വന്ന വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ടു. സ്വകാര്യ ബസ്സുകളടക്കം അല്പനേരത്തേക്ക് കുടുങ്ങി. പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്ന് മാറില്ലെന്നും പൊന്നമ്മയുടെ മകൻ മായനും നിലപാടെടുത്തു. പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ച് പൊന്നമ്മയും മകനെയും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. HPCയിൽ ഒറ്റമുറി വീട്ടിലായിരുന്നു പൊന്നമ്മ കഴിഞ്ഞിരുന്നത്. ഈ പ്രതിഷേധത്തിന് പിന്നിലും രാഷ്ട്രീയ ഇടപാടുകൾ CPM സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ സാധ്യതകൾ ഏറെയാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ എടുക്കും. കുറെ കാലമായി സർക്കാർ ഇത്തരത്തിലുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ കൃത്യമായി കൊടുക്കാതെ 2-3 മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. ഇതുമൂലം വലിയ കഷ്ടപ്പാടിലാണ് പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ. ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്നും ഇപ്പോഴത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടിയെടുക്കുമെന്നും മാത്രമാണ് മന്ത്രി വാഗ്ദാനം ചെയ്തത്. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം 900 കോടി രൂപ വേണ്ടിവരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ നാമമാത്രമായ തുക മാത്രമാണ് ഇതിനായി നൽകുന്നതെന്നും അത് പിന്നെ യഥാസമയം കിട്ടാറില്ലെന്നും പറഞ്ഞ് മന്ത്രി കൈയൊഴിയുകയാണ് ചെയ്തത്.